Hello students. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വാട്ടർ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സിനെ പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാട്ടർ പൊല്യൂഷനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് പൊല്യൂട്ടഡ് വാട്ടറിൽ നിന്ന് ക്ലീൻ വാട്ടർ എങ്ങനെ നമുക്ക് വേർതിരിച്ചെടുക്കാം അല്ലെങ്കിൽ പ്യുവർ വാട്ടർ എങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ള മെത്തേഡുകളാണ്. ഒന്നാമത്തെ മെത്തേഡ് ultrafiltration. Ultrafiltration is a water purification process in which water is forced through a semi-permeable membrane. Semi-permeable membrane എന്ന് പറയുന്നത് അതിനെ നമുക്ക് സെലക്റ്റീവ്ലി പെർമിയബിൾ എന്നും വിളിക്കാം. സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവുന്നത്. അതായത് സെലക്റ്റീവായിട്ട് കടത്തിവിടും. ചില സബ്സ്റ്റൻസുകളെ അത് കടത്തിവിടാതിരിക്കുകയും ചില സബ്സ്റ്റൻസിനെ മാത്രം അതിൻ്റെ പോഴ്സിനുള്ളിലൂടെ, പോഴ്സ് എന്ന് പറയുമ്പം ഹോൾസ് ആണ്, ചെറിയ ചെറിയ സുഷിരങ്ങൾ, അതിനുള്ളിലൂടെ ചില സബ്സ്റ്റൻസുകളെ, സൈസ് കുറഞ്ഞ സബ്സ്റ്റൻസുകളെ കടത്തിവിടുകയും എന്നാൽ സൈസ് കൂടിയ സബ്സ്റ്റൻസിനെ അതിൻ്റെ ഒരു സൈഡിലേക്ക് റീറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന തരം മെംബ്രെയിൻസ് ആണ് സെമി പെർമിയബിൾ മെംബ്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പം അൾട്രാ ഫിൽട്രേഷനിൽ നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ സഹായത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. Suspended solids and high molecular weight solutes remain on one side while the other substance, low molecular weight solutes, will be filtered through the membrane. അതായത് മോളിക്കുലാർ വെയിറ്റ് കൂടിയ സൊല്യൂട്ടുകളോ അല്ലെങ്കിൽ സോളിഡ്സോ, അതായത് ഇംപ്യൂർ വാട്ടറിൽ, പൊല്യൂട്ടഡ് വാട്ടറിൽ നമ്മൾ കാണുന്ന പൊല്യൂട്ടൻസ് ആയിട്ടുള്ള സൈസ് കൂടിയ സബ്സ്റ്റൻസുകൾ മെംബ്രെയിൻ്റെ ഒരു സൈഡിലേക്ക് നിൽക്കും. ആ മെംബ്രെയിൻ്റെ പോഴ്സിനുള്ളിലൂടെ പ്യുവർ ആയിട്ടുള്ള വാട്ടറും സൈസ് കുറഞ്ഞ സൊല്യൂട്ട്സും മറുവശത്തേക്ക് പോവുകയും ചെയ്യും. ഇതുവഴി നമുക്കൊരു ഹൈലി പ്യുവർ വാട്ടർ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. Principle of ultrafiltration is the filtration of solutions or suspensions under pressure through a semi-permeable membrane. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. നമ്മൾ പൊല്യൂട്ടഡ് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉപയോഗിക്കുന്നു വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ. പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് ഇംപ്യൂർ വാട്ടറിനെ ഈ സെമി പെർമിയബിൾ മെംബ്രെയിനകത്തൂടെ കടത്തിവിടുന്നത്. ആ സമയം ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള സൊല്യൂട്ടുകളും സോളിഡുകളും ഒരു സൈഡിലേക്ക് നിൽക്കുകയും പ്യുവറായിട്ടുള്ള വാട്ടറും പ്ലസ് ലോ മോളിക്കുലാർ വെയിറ്റ് സൊല്യൂട്ട്സും മറുവശത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാം. മെംബ്രെയിൻ ഹാസ് പോർസ് ദാറ്റ് അലോ ദ സോൾവെന്റ് ആൻഡ് സ്മോൾ മോളിക്യൂൾസ് ടു പാസ് ത്രൂ ആൻഡ് ദ ലാർജർ മോളിക്യൂൾസ് ടു ബി റീറ്റെയിൻഡ്. നമ്മൾ പറഞ്ഞു, ഇതാണ് അതിൻ്റെ ഫിഗർ. ഇത് ഇംപ്യൂർ ആയിട്ടുള്ള സൊല്യൂഷനാണ്. പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ, അവയിൽ ലാർജർ സൈസുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, സ്മോളർ സൈസുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് വാട്ടർ. ഈ ഡോട്ടഡ് ലൈനാണ് നമ്മളുടെ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതിന് ദെൻ ഇഫ് യു ആർ അപ്ലൈങ് ദ പ്രഷർ, എന്താണ് നടക്കുന്നത് നോക്കിക്കേ, ചെറിയ മോളിക്യൂളുകൾ മാത്രം ഈ സെമി പെർമിയബിൾ മെംബ്രെയിനുള്ളിലൂടെ മറുവശത്തേക്ക് വരുന്നു. ഓൾസോ the pure water present in this site enters this compartment. അങ്ങനെ നമുക്ക് ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള സബ്സ്റ്റൻസുകളെയും ലോ മോളിക്കുലാർ വെയിറ്റ് ഉള്ളതിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് പ്യുവർ വാട്ടർ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതാണ് അൾട്രാ ഫിൽട്രേഷൻ. രണ്ടാമത്തെ മെത്തേഡാണ് റിവേഴ്സ് ഓസ്മോസിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ്. നമ്മൾ സാധാരണഗതിയിൽ ഓസ്മോസിസ് എന്നൊരു പ്രോസസ്സ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ റിവേഴ്സ് മോഡിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസ് ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ടെക്നോളജി. വാട്ടർ പ്യൂരിഫിക്കേഷനിൽ ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഹിയർ ദ കണ്ടാമിനൻസ് പ്രസൻറ്റ് ഇൻ വാട്ടർ ആർ റിമൂവ്ഡ് ബൈ പുഷിംഗ് വാട്ടർ അണ്ടർ പ്രഷർ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇവിടെയും നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത് വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ. ഇതിൻ്റെ മെക്കാനിസം ഞാൻ പറയാം. ഹിയർ ദ പ്യുവർ വാട്ടർ ഈസ് സ്ക്വീസ്ഡ് ഔട്ട് വിച്ച് ഈസ് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. ദിസ് റിവേഴ്സ് ഓസ്മോസിസ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. നമ്മളുടെ ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ മാറ്റി
പ്യുവർ വാട്ടർ വേർതിരിച്ചെടുക്കാനുള്ള ഒരു പ്രോസസ്സായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റിവേഴ്സ് ഓസ്മോസിസ് ചെയ്യാറുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് പൊള്യൂട്ടഡ് വാട്ടറിൽ നിന്ന് പ്യുവറായിട്ടുള്ള വാട്ടറിനെയാണ് നമ്മൾ വേർതിരിച്ചെടുത്ത് മാറ്റുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഇംപ്യുവർ വാട്ടറിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള പൊല്യൂട്ടൻസിനെ മാറ്റുക എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതിനകത്തുള്ള വലിയ സാധനങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള ഇംപ്യൂരിറ്റീസിനെയൊക്കെ മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ എയിമായിട്ട് വരുന്നത്. പക്ഷേ ഈ റിവേഴ്സ് ഓസ്മോസിസിൽ ചെയ്യുന്നത് ഈ ഇംപ്യുവർ വാട്ടറിനകത്ത് നിന്ന് പ്യുവർ വാട്ടറിനെ എങ്ങനെ വേർതിരിച്ചെടുക്കാം, അതാണ് ഈ റിവേഴ്സ് ഓസ്മോസിസിൽ നമ്മൾ നടത്തുന്നത്. അതിലേക്ക് വരുമ്പോൾ ഓസ്മോസിസ് എന്ന നാച്ചുറൽ ഫിനോമിന എന്താണെന്ന് നിങ്ങൾ ഓർക്കണം. ഓസ്മോസിസ് ഇസ് ദ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം ദ റീജിയൻ ഓഫ് പ്യുവർ സോൾവെന്റ് ഓർ ഇറ്റ്സ് ഏരിയ ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടുവേർഡ്സ് ദ സൊല്യൂഷൻ or the area of its low concentration through a semi-permeable membrane. അതായത് സോൾവെന്റ് മോളിക്യൂൾസ്, സോൾവെന്റ് ആയിട്ട് സാധാരണ നമ്മൾ വാട്ടർ ആണ് പറയുന്നത്. അപ്പം വാട്ടർ അല്ലെങ്കിൽ സോൾവെന്റ് മോളിക്യൂൾസ് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് അതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓസ്മോസിസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ രണ്ട് സൊല്യൂഷൻസിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ട് സൊല്യൂഷൻ എടുക്കുന്നു, അതിനിടയിൽ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെക്കുന്നു. അപ്പോൾ അവിടെ സെപ്പറേഷനായി. ദെൻ അതിലെ ഒരു സൊല്യൂഷനിൽ സോൾവെന്റ് വാട്ടറിൻ്റെ എമൗണ്ട് കൂടുതലും തൊട്ടപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലുള്ള സൊല്യൂഷനിൽ വാട്ടറിൻ്റെ എമൗണ്ട് കുറവുമാണെങ്കിൽ ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിലേക്ക് വാട്ടർ ഈ സെമി പെർമിയബിൾ മെംബ്രെയിനുള്ളിലൂടെ കടന്ന് പോകുന്നെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഓസ്മോസിസ് എന്ന് വിളിക്കും. It is the movement of solvent molecules from the region of its high concentration to low concentration. അതൊരു നാച്ചുറൽ ഫിനോമിനാണ്. എപ്പോഴും കോൺസെൻട്രേഷൻ കൂടിയ ഇടത്തു നിന്നാണ് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് കാരണമാവുന്ന പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. ശരിക്കും ഈ ഒരു മൂവ്മെന്റ് നടക്കാൻ കാരണം സിസ്റ്റത്തിന്റെ ഗിബ്സ് ഫ്രീ എനർജിയിൽ ഉണ്ടാവുന്ന കുറവ് മൂലമാണ്. നിങ്ങൾ അതിൻ്റെ വലിയ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട, ഇത്രയും ആലോചിക്കുക. ഈ ഒരു ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് സോൾവെന്റ് മൂവ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിൻ്റെ ഗിബ്സ് ഫ്രീ എനർജിയിൽ ഒരു ഡിക്രീസ് സംഭവിക്കും. അത് നമ്മുടെ സിസ്റ്റത്തിന് സ്റ്റെബിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മൂവ്മെന്റ് നേച്ചറായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓസ്മോസിസ് എന്നുള്ളത്. എന്നാൽ ഞാൻ ഈ പറഞ്ഞ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് പ്രോസസ് ഓഫ് ഓസ്മോസിസ്. അതായത് ഓസ്മോസിസ് നടക്കാൻ ഒരു പ്രഷർ വേണം. ആ പ്രഷറിലും കൂടുതലായിട്ടുള്ളൊരു പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഓസ്മോസിസിനെ റിവേഴ്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. അതെന്താണെന്ന് കാണാം. ഇവിടെ രണ്ട് ഫിഗേഴ്സാണ് തന്നിരിക്കുന്നത്. ഒന്ന് നോർമൽ ഓസ്മോസിസിൻ്റെതും രണ്ടാമത്തേത് റിവേഴ്സ് ഓസ്മോസിസിൻ്റെതും. ആദ്യമായിട്ട് ഓസ്മോസിസ് എന്താണെന്ന് നോക്കാം. ഇവിടെ രണ്ട് കമ്പാർട്ട്മെന്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ കമ്പാർട്ട്മെന്റിൽ സൊല്യൂഷൻ എന്നും രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിൽ പ്യുവർ വാട്ടർ എന്നും കാണിച്ചിട്ടുണ്ട്. സൊല്യൂഷൻ എന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് വാട്ടറും കൂടുതലായിട്ട് കണ്ടാമിനൻസ് അല്ലെങ്കിൽ സൊല്യൂട്ട്സും ഡിസോൾവ് ആണ്. അതായത് അഴുക്ക വെള്ളം, ഇംപ്യുവർ വെള്ളമാണ്, ഈ ഇംപ്യുവർ വാട്ടറാണ് ഈ ഒരു കമ്പാർട്ട്മെന്റിലുള്ളത്. രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിൽ പ്യുവർ വാട്ടർ, അവിടെ കണ്ടാമിനൻസ് ഒന്നും തന്നെ ഇല്ല, സോൾവെന്റ് ആയ വാട്ടർ മാത്രമുള്ള ഏരിയ ആണ് ഈ സെക്കൻഡ് കമ്പാർട്ട്മെന്റ്. അപ്പോൾ കോൺസെൻട്രേഷൻ വൈസ് പറഞ്ഞാൽ പ്യുവർ വാട്ടറിന്റെ സൈഡിലാണ് സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. സോൾവെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വാട്ടർ ഏറ്റവും കൂടുതലുള്ളത് ഈ പ്യുവർ വാട്ടറിന്റെ സൈഡിലും വാട്ടർ കുറച്ചുള്ളത് കണ്ടാമിനൻസ് ഈ സൊല്യൂഷൻ സൈഡിലുമാണ്. അപ്പം ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സോൾവെന്റ് ഹൈ കോൺസെൻട്രേഷൻ ഏരിയയിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യും. അതാണ് ഈ ഒരു ആരോ. വാട്ടർ ഫ്ലോ എങ്ങനെയാണ് വരുന്നത്? പ്യുവർ വാട്ടറിൽ നിന്ന് വാട്ടർ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ നമ്മുടെ ഈ കണ്ടാമിനന്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു, ലോ കോൺസെൻട്രേഷൻ സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മുടെ ഓസ്മോസിസ്. ഇനി അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സായ റിവേഴ്സ് ഓസ്മോസിസ് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഇവിടെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് പ്യുവർ വാട്ടറിൻ്റെ സൈഡിലല്ല, സൊല്യൂഷൻ സൈഡിലാണ്. അതും ഈ ഓസ്മോട്ടിക് പ്രഷറിനും കൂടുതലായിട്ടുള്ളൊരു പ്രഷർ വേണം നമ്മൾ സൊല്യൂഷൻ സൈഡിലേക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നോർമലി നടക്കുന്ന, അതായത് പ്യുവർ വാട്ടറിൽ നിന്ന്
പ്യുവർ വാട്ടറിൽ നിന്ന് കണ്ടാമിനൻറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യേണ്ട വാട്ടർ അല്ലെങ്കിൽ ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യേണ്ട വാട്ടർ തിരിച്ചു മൂവ് ചെയ്യാൻ തുടങ്ങും. അതായത് ഇറ്റ് വിൽ മൂവ് ഫ്രം ആൻ ഏരിയ ഹാവിങ് low concentration towards an area where it is having a high concentration. Low concentration ഏരിയയിൽ നിന്ന് സോൾവെന്റ് അതിൻ്റെ ഹൈ കോൺസെൻട്രേഷൻ ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിവേഴ്സ് ഓസ്മോസിസ്. നോർമലി നടക്കുന്നത് എന്താണ്? പ്രഷർ അപ്ലൈ ചെയ്യുമ്പം ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക്, കൂടിയിടത്തു നിന്ന് കുറഞ്ഞിടത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഓസ്മോട്ടിക് പ്രഷറിലും കൂടുതലായിട്ടുള്ള പ്രഷർ സൊല്യൂഷൻ സൈഡിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ ലോ കോൺസെൻട്രേഷൻ ആണ് വാട്ടറിൻ്റെ. അവിടെ നിന്ന് പ്യുവർ വാട്ടർ സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ ഈ ഹൈ കോൺസെൻട്രേഷൻ ഏരിയയിലേക്ക് മൂവ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് പറ്റും? ഈ കണ്ടാമിനേറ്റഡ് വാട്ടറിലുള്ള നല്ല വെള്ളം, പ്യുവർ വാട്ടർ സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലേക്ക് കയറുകയും ഈ ഒരു ഉയരം ഇങ്ങനെ കൂടി വരുന്നത് നമുക്ക് കാണാം. അതാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഇത് ഞാൻ പറഞ്ഞു തന്നെയാണ്. റിവേഴ്സ് ഓസ്മോസിസിൽ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ പ്രഷർ അപ്ലൈ ചെയ്ത് പ്യുവർ വാട്ടറിനെ നമ്മൾ മൂവ് ചെയ്യിക്കും. ഈ ഒരു ഫിഗർ കാണിക്കുന്നതും ഡയറക്ഷൻ ഓഫ് വാട്ടർ ഫ്ലോ ഡ്യൂറിങ് റിവേഴ്സ് ഓസ്മോസിസ്, അതായത് ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഇതിൻ്റെ കൂടുതലായിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞു. സലൈൻ വാട്ടറിൽ നിന്ന് സോൾട്ട് റിമൂവ് ചെയ്ത് പ്യുവർ വാട്ടർ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതലായിട്ട് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. സെമി പെർമിയബിൾ മെമ്പറൈനായിട്ട് നമുക്ക് സെല്ലുലോസ് അസറ്റേറ്റ് എന്നുള്ള സബ്സ്റ്റൻസ് വെച്ചിട്ടുള്ള മെമ്പറൈൻ ഉപയോഗിക്കാം. അടുത്തൊരു മെത്തേഡ് ഇലക്ട്രോഡയാലിസിസ്. ഇലക്ട്രോഡയാലിസിസ് എന്നുള്ളത് ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ നടത്തുന്ന ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. ഈ ഒരു മെത്തേഡ് നടക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു സെലക്റ്റീവ് മെമ്പറൈൻ ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് സെലക്റ്റീവ് ഫോർ അയോൺസ്. നമ്മൾ നേരത്തെയൊക്കെ സെമി പെർമിയബിൾ മെമ്പറൈൻ പറഞ്ഞു, അതുപോലെ തന്നെ ഇവിടെയും ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത്, ഇത് അയോൺസിനെ സെലക്റ്റീവായിട്ട് കടത്തിവിടും. നമുക്കറിയാം അയോൺസ് എന്ന് പറയുമ്പോൾ രണ്ട് തരം അയോണുകളാണ് വരുന്നത്. പോസിറ്റീവ് ചാർജുള്ള അയോണുകളും നെഗറ്റീവ് ചാർജുള്ള അയോൺസും. പോസിറ്റീവ് ചാർജുള്ള അയോൺസ് കാഥോഡ് എന്നുള്ള ഇലക്ട്രോഡിൻ്റെ അടുത്തേക്ക്, അതായത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിൻ്റെ അടുത്തേക്കാണ് പോസിറ്റീവ് അയോൺസ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് അവയെ നമ്മൾ കാറ്റയോണുകൾ എന്ന് വിളിക്കും. ദെൻ നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ആനോഡിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ ആനയോൺസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പം ഇലക്ട്രോ ഡയാലിസിസ് എന്നുള്ളൊരു മെത്തേഡ് ഒരു പ്യൂരിഫിക്കേഷൻ മെത്തേഡാണെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ വാട്ടറിൽ ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ അയോൺസ് ആയിട്ട് കാണപ്പെടാവുന്ന ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ കറണ്ട് കടത്തിവിടുമ്പം അത് ഡിസോസിയേറ്റ് ചെയ്ത് അയോൺസ് ആവും. അതായത് ഇപ്പം NaCl പോലുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ കറണ്ട് കടത്തിവിടുമ്പോൾ Na+ എന്നും Cl- എന്നും ആവും. Na+ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിനടുത്തേക്ക് മൂവ് ചെയ്യും. Cl- പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. നമ്മളുടെ വാട്ടറിൽ നിന്ന് ഈ ഇമ്പ്യൂരിറ്റീസ് എല്ലാം അങ്ങനെ ഇലക്ട്രോഡിനകത്തേക്ക് പോയി പറ്റിപ്പിടിക്കുകയും നമ്മുടെ വാട്ടർ പ്യുവർ ആവുകയും ചെയ്യും. ഈ ഫിഗറിൽ അതാണ് കാണുന്നത്. ഇത് രണ്ടും ഇലക്ട്രോഡുകളാണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് കാഥോഡ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് ആനോഡ്. അതിനിടയ്ക്ക് നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് നമ്മളുടെ ഈ സൊല്യൂഷനെ സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത്? പോസിറ്റീവ് ചാർജുള്ള അയോൺസ് എല്ലാം തന്നെ കാഥോഡിൻ്റെ അടുത്തേക്ക് വന്ന് പറ്റിപ്പിടിക്കും. നെഗറ്റീവ് ചാർജുള്ള ക്ലോറൈഡ് അയോണുകളെല്ലാം തന്നെ മറുവശത്തേക്ക് മൂവ് ചെയ്യുകയും അറ്റ് ലാസ്റ്റ് നമുക്ക് പ്യുവർ വാട്ടർ കിട്ടുകയും ചെയ്യും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3 മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അതായത് ഇംപ്യുവർ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 മെത്തേഡ്സ്. 1 അൾട്രാ ഫിൽട്രേഷൻ, 2 റിവേഴ്സ് ഓസ്മോസിസ്, 3 ഇലക്ട്രോ ഡയാലിസിസ്. ഓക്കെ, താങ്ക് യു.